ണ്ട് ഞങ്ങൾ കാഫിറാക്കിയിട്ടില്ല എന്ന് ഞാൻ പറയണം പോലും. ഞങ്ങൾ കാഫിറാക്കിയതിനു മുമ്പ് ഉണ്ടെങ്കിലും മൗലവി KV മുഹമ്മദ് മുസ്ലിയാർ കാഫിറാണ് എന്ന് ഈ ഞാനോ പോകട്ടെ സുന്നത്ത് ജമാഅത്തിന്റെ ഏതെങ്കിലും പണ്ഡിതന്മാരോ എഴുതിയതോ പ്രസംഗിച്ചതോ ഒരു രേഖ ഈ ചേറ്റുകെട്ടിയിൽ ഒന്ന് പ്രസംഗിച്ച സെലഫിയെ കൊണ്ടുവന്ന മുജാഹിദുകൾ മൗലവിമാർ ഏതെങ്കിലും ഒരു മനുഷ്യന് കഴിയുമെങ്കിൽ മനുഷ്യത്വമുണ്ടെങ്കിൽ കൊണ്ടുവരണം. നിങ്ങൾ മനുഷ്യന്മാരാണ് കൊണ്ടുവരണം. ഉലായിക്കല്ല നാമീന്ന് ആരെ പറ്റിയ തോന്നിവാസം പറഞ്ഞില്ലേ ഒരു അതിൽ എന്നാ നിങ്ങൾ കേട്ടോളി. ഈ മൗലവിമാര് ഈ ആലിമീങ്ങളെ കാഫിറാക്കിയിട്ട് ഞാൻ വാദപ്രതിവാദം നടത്തുമ്പോ എന്നെ ചോദ്യം ചെയ്യുന്നു, ഞാൻ മറുപടി അറിയുന്നു കേട്ടോളി. മഞ്ചേശ്വരത്തെ സംവാദത്തിൽ ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ വാദത്തിൽ എഴുതിയതുപോലെ 1985 ഡിസംബറിലെ സൽസബീൽ മാസികയിലെ ഉദ്ധരണിയിൽ EK അബൂബക്കർ മുസ്ലിയാരെയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയും മറ്റും ഉമർ മൗലവി മുശ്രിക്കാക്കി എന്ന ഭാഗം നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുമോ? എന്നോട് ചോദ്യം. അതിന് ഞാൻ മറുപടി പറയുന്നതും വായിക്കുന്നതും നിങ്ങൾ കേട്ടോളൂ. ഞാൻ അവിടെ പറഞ്ഞ വിശദീകരണവും കേട്ടോളൂ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഒന്നാമത്തെ ചോദ്യം, സൽസബീലിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, EK അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവരെ മുശ്രിക്കാക്കിക്കൊണ്ടുള്ളൊരു വാചകം നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാൻ സാധിക്കുമോ എന്നാണ്. 1000 വട്ടം സാധിക്കും. ഒരു പ്രാവശ്യമല്ല, 1000 വട്ടം വായിക്കാൻ സാധിക്കും. ഞാൻ വായിക്കുന്നു, നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. ശവം തിന്നുന്നത് അല്ലാഹു ഹറാമാക്കി. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയർപ്പിക്കപ്പെട്ടതു തിന്നലും തിന്നലും അല്ലാഹു ഹറാമാക്കി. എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടർ ഹലാലാക്കുകയും പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, EK അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. വൈൻ അഫഅതുമൂഹും ഇന്നകും ലമുശ്രികൂൻ. അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ആരെപ്പറ്റിയാണ് ഇവിടെ മുശ്രിക്കെന്ന് അല്ലാഹു പറഞ്ഞത്? ആപൽക്കരമായ തെറ്റും ഔഢ്യവുമാണോ ഈ പറഞ്ഞത്? അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ വാക്ക് നിങ്ങൾ ന്യായമായ നിലയിൽ വിലക്കെടുക്കട്ടെയോ? എന്താണിത് വിഷയം? സാധാരണക്കാർക്ക് മനസ്സിലാകും. ഞാൻ ഒന്നും വിശദീകരിക്കും. ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ KM മൗലവി മുശ്രിക്കാണെന്ന് പറഞ്ഞു. അപ്പൊ ഉമർ മൗലവി അതിനെ ചോദ്യം ചെയ്തു. നിങ്ങൾ എന്താണ് അയാൾ മുശ്രിക്കാണെന്ന് പറഞ്ഞത്? അപ്പോ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ പറഞ്ഞു, താവൂത്തിനെ അനുസരിക്കുന്നുണ്ട്. താവൂത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഗവൺമെന്റ് അല്ലാത്ത ഗവൺമെന്റ്, അതിനെ അനുസരിക്കുന്നുണ്ട്. അതുകൊണ്ട് KM മൗലവി മുശ്രിക്കാണ്. ആ ചർച്ച വന്നപ്പോ അദ്ദേഹം ഉമർ മൗലവിയോട് ഈ കാര്യം പറഞ്ഞപ്പോ ഉമർ മൗലവി അതിൽ നിന്ന് മനസ്സിലാക്കി, വൈൻ അഫഅതുമൂഹും ഇന്നകും ലമുശ്രികൂൻ. അതെ, താവൂത്ത് ഗവൺമെന്റിന് വഴിപ്പെട്ടു കൊടുത്താൽ മുശ്രിക്കാണ് എന്നാണ് അതിന്റെ അർത്ഥമെന്നാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ മനസ്സിലാക്കിയത്. അത് ഉമർ മൗലവി പറയാണ്. അതാണോ പറഞ്ഞത്? അത് ശവം തിന്നുന്നത് ഹറാമാക്കിയതാണ്. അല്ലാത്തവരുടെ പേരിൽ അർക്കപ്പെട്ടത് തിന്നൽ ഹറാമാണ്. അതുകൊണ്ട് അത് ബാധകമാകുന്നത് മുഹീദ്ദീന്റെ പേരിലും അതുപോലെ ബദരീങ്ങളുടെ പേരിലുമൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി അറുത്ത് മാംസം വിതരണം ചെയ്യുന്ന, അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന കാന്തപുരത്തിനും EK അബൂബക്കർ മുസ്ലിയാർക്കും അതുപോലെ കൂറ്റനാട് മുസ്ലിയാർക്കും, അവർക്ക് മാത്രമല്ല അവർക്ക് വഴിപ്പെട്ടു കൊടുക്കുന്ന ലോകത്തുള്ള മുഴുവൻ സുന്നികൾക്കും അല്ലേ ഇത് ബാധകം? എന്താണ് അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ പറഞ്ഞത്? അത് ഗവൺമെന്റിന് അംഗീകരിക്കുന്നതിനെ കുറിച്ചല്ലല്ലോ എന്ന് ഉമർ മൗലവി വിശദീകരിച്ചു എന്നാണ് അവിടെ ഉള്ളത്. ആദ്യം മുതൽ അവസാനം വരെ അത് നന്നായി മൗലവിമാർ എന്ന് വായിച്ചു നോക്കിയാൽ അതവർക്ക് ബോധ്യപ്പെടും. അപ്പൊ ഏതായിരുന്നാലും ആ ആയത്തിൽ പറഞ്ഞത് കാന്തപുരവും EKയും അതുപോലെ കൂറ്റനാടും അദ്ദേഹത്തെ അനുസരിക്കുന്നവരുമാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. അത് വ്യക്തമായി നിങ്ങൾ ആയത്തിൽ ധരിച്ചുകൊണ്ട് നിങ്ങളെ നേതാവ് ഉമർ മൗലവി എഴുതിയതാണ്. വൈൻ അഫഅതുമൂഹും ഇന്നകും ലമുശ്രികൂൻ. നിങ്ങളെ എല്ലാ ആയത്തോടും ഇങ്ങനെ തന്നെയാണ്.
വൈന്നഫഅതുമൂഹും ഇന്നകും ലമുശ്രികൂൻ. അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെയെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ആരെ പേരാ പറഞ്ഞത്? കാന്തപുരം EK കൂറ്റനാട് അവർക്ക് വഴിപ്പെട്ടു കൊടുക്കുന്നവർ. ഇത് വായിക്കുന്നത് ഞങ്ങൾക്ക് എന്താണ് മടി? നിങ്ങൾ എഴുതി വെച്ചതാണ്. നിങ്ങളുടെ അവതരണത്തിൽ കാന്തപുരം ഉസ്താദ് ഉള്ളാളം തങ്ങൾ EK കാഫറാക്കി എന്ന് പറഞ്ഞു. അത് ഞങ്ങളെ പുസ്തകമല്ല, ഞങ്ങൾ എതിരാളികൾ എഴുതിയതാണ്. ഞങ്ങളെ മേലേക്ക് വായിക്കുന്നത്. നിങ്ങൾക്കൊരു അല്പം ലജ്ജ വേണ്ട ഒരു കാര്യം ഉദ്ധരിക്കുമ്പോ ഞങ്ങളെ എതിരാളികൾ എഴുതിയതാണ്, ഇത് നിങ്ങൾ എഴുതിയതാണ്. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചോദ്യം ചോദിച്ചോ, പക്ഷേ മറുപടിയും പറഞ്ഞോ, പക്ഷെ ഒരു മാന്യത ആ വിഷയത്തിലൊക്കെ നിങ്ങൾ പാലിക്കണം. ഞങ്ങൾ എഴുതിയതല്ലത്, ഞങ്ങളെ എതിരാളികൾ എഴുതിയ ആരോപണമാണോ തെളിവ് പറയുന്നത്? അങ്ങനെയാണ് ലോകത്ത് ആർക്കും എന്തും തെളിവ് പറഞ്ഞൂടെ? നിങ്ങൾ തെളിവ് പറയണം. കാരണം ആ ആരോപണം വാസ്തവത്തിൽ പറയപ്പെട്ടത് EK അബൂബക്കർ മുസ്ലിയാരെ പറ്റിയാണ്. EK അബൂബക്കർ മുസ്ലിയാർ കൂറ്റനാടിനെ കാഫറാക്കി എന്നാണ് ആരോപണം പറഞ്ഞവര് പറഞ്ഞത്. വാസ്തവത്തിൽ EK കാഫറാക്കിയിട്ടില്ല. അത് EKയുടെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞതാണ്. ഒക്കെ ഞാൻ ശേഷം ഇൻഷാ അല്ലാഹ് കേൾപ്പിക്കുന്നുണ്ട്. എന്നാൽ ഉള്ളാളെ നിങ്ങളും കാഫറാക്കില്ല. അതൊക്കെ ഞാൻ ഇവരെ മുന്നിൽ ഇരുത്തിയിട്ട് ഇവരെ മുന്നിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. അങ്ങനെ KV കൂറ്റനാടും കാന്തപുരം ഉസ്താദും EK ഉസ്താദും അവര് മുശ്രിക്കാണെന്ന് മൗലവിമാര് പഠിപ്പിച്ചപ്പോ അതിനെതിരെ വാദപ്രയോഗം നടത്തിയതാണ് ഞാൻ. ആ വാദപ്രയോഗത്തിലെ വാചകങ്ങൾ കേട്ട് ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ആ വാദപ്രതിവാദത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മൗലവിമാരെ ഇരുത്താൻ കഴിഞ്ഞൊരു രംഗമുണ്ട്. മൗലവിമാർക്ക് ഒന്നിനും മറുപടി വരാൻ കഴിഞ്ഞില്ല, അത് വേറൊരു വിഷയം. എന്നാൽ ഒരു വിഷയത്തിൽ മൗലവി അങ്ങോട്ട് ഇരുന്നു പോയി, പിന്നെ മൗലവി എണീറ്റില്ല, വേറെ മൗലവി എണീറ്റ്. അങ്ങനത്തെ ഒരു സംഭവം. അതെന്താണെന്നറിയോ? അത് മൗലവി അതിന്റെ അപ്പുറം ഇപ്പുറം കാട്ടിട്ട് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതും കൂടി നിങ്ങളൊന്ന് കേൾക്കണം. അതെന്താ വിഷയം എന്നറിയില്ല. കായക്കൊടിക്കാരൻ മൗലവി എന്ന് പറഞ്ഞാൽ ഈ അന്യ പെണ്ണുങ്ങളെ കൂടെ അയാൾ പോയി ഇരുന്നിട്ട് കാന്തപുരം ഉസ്താദിന് ഫോൺ ചെയ്യുന്നേ, കാന്തപുരം ഉസ്താദിനെ വിളിക്കുന്ന ചിത്രം ഞാൻ കടവത്തൂരിലെ CD കയറ്റിയിട്ടുണ്ട്. അതിരിക്കട്ടെ, ഇപ്പൊ അതിലേക്കൊന്നും കണക്കറില്ല. ആ മൗലവി അയാള് മൂപ്പർക്ക് നല്ല മറുപടി കിട്ടിയാ പോയെങ്കിരിക്കും. പക്ഷെ ആ ഏഷ്യാനെറ്റിന്റെ അകത്തുള്ള പരിപാടി പോയി പെണ്ണുങ്ങളെ മടിയിലായിട്ട് അതുപോലെ വാദപ്രതിവാദത്തിൽ പോയങ്ങട്ട് ഇരുന്ന് മൂപ്പര്. പിന്നെ മൂപ്പര് എണീറ്റില്ല. പിന്നെ സക്കരിയാസലായി എണീറ്റ്. അതെന്തായാലും സംഭവം തന്നെ നിങ്ങൾ മൗലവിമാര് നമ്മൾ കാഫറാക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വെച്ച് തീർക്കാനേ, സുന്നികള് കാഫറാക്കുന്നുണ്ടെന്ന് വെച്ച് തീർക്കാനേ ഒരു ലേഖനം വായിച്ചു. സിറാജിൽ PP പറങ്ങൂർ എഴുതിയ ഒരു ലേഖനം. ആ ലേഖനത്തിലുള്ളത് കാഫിർ കളി കുഫ്ർ കളി പാടില്ല എന്നാ. കുഫ്ർ കളി കളിക്കണമെന്നല്ല. പക്ഷേ അതിന് മൂപ്പര് എഴുതിയത് എന്താ? മൂപ്പര് എഴുതിയത് തന്നെ KV കൂറ്റനാട് ഖുർആൻ പരിഭാഷ എഴുതിയ കാലത്ത് EK ഉസ്താദ് ഖുർആൻ പരിഭാഷ കുഫ്രിയത്തിലേക്ക് എഴുതിയിരുന്നു. KV കൂറ്റനാട് കുഫ്രിയത്തിലേക്ക് എന്നല്ല എഴുതിയത്, ഖുർആൻ പരിഭാഷ കുഫ്രിയത്തിലേക്ക് എന്നെഴുതിയിരുന്നു. കുഫ്രിയത്തിലേക്ക് അവിടെ എഴുതിയ, കുഫ്രിയത്തിൽ പോയി എന്നല്ല, കുഫ്രിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ പരിഭാഷ ചെയ്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, എന്തെങ്കിലും വാചകമൊക്കെ തെറ്റിപ്പോയാൽ ചിലപ്പോൾ അബദ്ധം വരും. അതുകൊണ്ട് പറഞ്ഞതാണ് കുഫ്രിയത്തിലേക്ക്. ഇതിങ്ങ് വായിച്ച് മൂപ്പര് വായിച്ചപ്പോ ഞാൻ നല്ല 1-ാം നമ്പർ ഉരുളക്കുപ്പേരി പോലത്തെ മറുപടി അങ്ങ് പറയും. ഞാൻ എന്താ പറഞ്ഞറിയില്ല. ഞാൻ പറഞ്ഞു കുഫ്രിയത്തിലേക്ക് തന്നെ ആ കുഫറിലെത്തിയിട്ടില്ല എന്നതിന്റെ അർത്ഥം, അവരായിട്ടില്ല എന്നാ. നമ്മൾ ദുബായിലേക്ക് ഒറ്റ ചോദിച്ചു എയർപോർട്ട് നീ എവിടത്തേക്കാണ്? ദുബായിലേക്ക് തന്നെ. ഞാൻ ദുബായിലെത്തിയോ? അയാൾ എയർപോർട്ടിലാണ്. സൗദിയിലേക്ക് തന്നെ. അയാൾ സൗദിയിലെത്തിയോ? ഇല്ലാന്നാ, അയാൾ എത്തിയിട്ടില്ലാന്നാ. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാൻ മറുപടി പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാറന്നൂർ എഴുതിയത് കുഫ്രിയത്തിലേക്ക് നീക്കി എഴുതിയെന്ന. ഇയാളെന്ത് ചെയ്യും? മൗലവിമാരെപ്പോഴും ഒന്നുമില്ല കക്കും അല്ലെ കൂട്ടും, അതില്ലാണ്ട് ഒന്നും വായിക്കാൻ അവർ കൊണ്ടുപോയില്ല. കാരണം സത്യം എന്ന് പറഞ്ഞ സംഗതി അവരെ നാവും വരും അള്ള പഠിച്ചിട്ടില്ല. അങ്ങനെ ആയിപ്പോയി, എന്താക്കാൻ അള്ള നന്നാകട്ടെ. കുഫ്രിയത്തിൽ പോയി എന്നാണ് മൗലവി പറയുന്നത്. അത് പച്ചക്കള്ളാണ്. അതുകൂടി മനസ്സിലാക്കി വെച്ചോളി. ഒന്ന് കൽപ്പിച്ചോട്ടവനെ. കാഫിർ മതം കൊണ്ടുള്ള കളി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഖുർആൻ പരിഭാഷയെ പറ്റി സുന്നി വോയിസിൽ എഴുതിയ ലേഖനത്തിൽ ശംസുൽ ഉലമ തന്നെ KVയുടെ പോക്ക് കുഫ്രിയത്തിലേക്കാണെന്ന് എഴുതിയിട്ടില്ലേ? ഇത് എതിരാളി എഴുതിയതാണോ? എതിരാളിയുടെ പത്രമാണോ? സിറാജ് പത്രമാണ് KVയെ EK കാഫിറാക്കി കുഫ്രിയത്തിലേക്ക് പോയി എന്നാണ് എഴുതി വെച്ചത്. കണ്ടോ? കുഫ്രിയത്തിലേക്ക് പോയി എന്നാണ് എഴുതി വെച്ചത്. അങ്ങനെ എഴുതില്ല. അത് പച്ചക്കള്ളാണ്.
കുഫ്രിയത്തിലേക്ക് പോയി എന്നതിനില്ല. അത് മൗലവിന്റെ വകയിൽ പച്ചക്കള്ളം പറഞ്ഞാണ്. കളവല്ലാതെ നാം എടുത്തോ ഇവർ പറയൂലല്ലോ. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവർക്കുള്ള ഏറ്റവും വലിയ വെറുപ്പ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 1400 കൊല്ലം മുമ്പ് തന്നെ ഇവരെ പറ്റി പറഞ്ഞായിരുന്നു. യഖൂലു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന. ധാരാളം കളു പറയുന്ന ഒരു കൂട്ടര് വരും, കബളിപ്പിക്കുന്ന ഒരു കൂട്ടര് വരും. അവർക്ക് ലക്ഷണവും പറഞ്ഞ് യതൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങളും നിങ്ങൾ ഉപ്പാപ്പാരും കേൾക്കാത്ത പുതിയ വർത്തമാനം കൊണ്ടുവരും. അതുകൊണ്ട് ഇയ്യാകും വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. നിങ്ങൾ പേപ്പിച്ച് കളയരുത്, നിങ്ങൾ നശിപ്പിച്ച് കളയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള സലാത്ത് മുഴുവനും മുടക്കാനായി ഇവർ നടക്കുക. അത് ഞാൻ ചേട്ടൻ കേൾപ്പിക്കുന്നത് സലാത്ത് മുടക്കുന്നത്. എന്നാൽ അതിന് ഞാൻ പറഞ്ഞ മറുപടി ഒന്ന് കേട്ടോളി. കെ അബൂബക്കർ മുസ്ലിയാർ കാഫിറാക്കിയിട്ടില്ല എന്നൊരു വാസ്തവത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഈ സംവാദം നടക്കുമ്പോ കെ ഉസ്താദ് വഫാത്തായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ കെ ഉസ്താദ് അവരുകളുള്ള സംഘടനയിലല്ല ഞാനുള്ളത്. പക്ഷേ സംഘടന 1, 2, 3 ആയാലും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ മുജാഹിദിന്റെ മുന്നിൽ അവർ ആലിമീങ്ങളെ ചോദ്യം ചെയ്യുമ്പോ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിച്ചിട്ട് ആലിമീങ്ങളെ മുജാഹിദിന് ചോദ്യം ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന ഏർപ്പാട് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന ഒരാളിൽ നിന്നുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ കെ ഉസ്താദിന് വേണ്ടി ഞാനവിടെ വാദിക്കാൻ ആ വാദിക്കുന്നൊന്ന് കേട്ടോളി. വെച്ചുകൊടുത്താമനെ അറന്നൂർ വൈദ്യകുട്ടി മുസ്ലിയാർ കുഫരിയത്തിലേക്ക് ഈക്ക പറഞ്ഞതായി എഴുതി. കുഫരിയത്തിലേക്ക് കുഫറായിട്ടില്ല എന്നല്ലേ അർത്ഥം. ഒരാൾ എയർപോർട്ട് കണ്ട് എവിടേക്കാ? ദുബായിലെത്തിയോ? ഇല്ല. കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കവറായിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പോ നിങ്ങൾക്ക് മലയാളവും മനസ്സിലാകുന്നില്ല, അറബിയോ മനസ്സിലാകുന്നില്ല, മലയാളവും മനസ്സിലാകുന്നില്ല. കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എത്തിയില്ല എന്ന് ഉറപ്പല്ലേ. അപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വന്നു. എവിടത്തേക്ക്? സൗദിയിലേക്ക്. അത് സൗദിയിലെത്തിയോ? ഇല്ല. കുഫരിയത്തിലേക്ക് കെ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. അതുകൊണ്ടാണ് കെ വിവരമുള്ള പണ്ഡിതനാണ്. അദ്ദേഹം മറ്റൊരാളെ കാഫറാക്കുകയില്ല. ഉള്ളാളെ നിങ്ങൾ മറ്റൊരാളെ കാഫറാക്കുകയില്ല. അവരാരും ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് തെളിയിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉരുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ചോദിച്ചോളൂ. ഓരോന്നിനും വ്യക്തമായ, ക്ലിയറായ, വളരെ കറക്റ്റായ മറുപടി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് കേട്ടപ്പോ മൗലവി പതറി. മൗലവി കാര്യമായിട്ട് വായിച്ചതാണല്ലോ സിറാജ്. അത് ഞാനതിന് ശരിക്കും മലയാളം അറിഞ്ഞൂടാതെ പറയും. മൗലവിക്ക് മലയാളം അറിയാതിട്ട് അതിന് ശരിക്കും വായിച്ചു പറഞ്ഞപ്പോ മൗലവി പതറിയപ്പോ പിന്നെ എന്താ ഉണ്ടായെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. മൗലവിക്ക് വേറൊരു സിറാജ് എടുത്തു കൊടുത്ത് വേറൊരു ചങ്ങാതി. ആ സിറാജിന് ഒരു പണ്ഡിതന്റെയും ലേഖനമല്ല, അതിന്റെ എഡിറ്റർ കോളല്ല, സിറാജിന് ഉത്തരവാദിത്തമുള്ള ലേഖനമല്ല, ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ എഴുതിയ ഒരു ലേഖനം. സിറാജിന് മുസ്ലിമീങ്ങളും എഴുതൂ, അമുസ്ലിമീങ്ങളും എഴുതൂ, രാഷ്ട്രീയക്കാരും എഴുതുക. ഒരു പത്രമാണ്. നിങ്ങൾക്കാണ് ഏത് പത്രമൊക്കെ തന്നെയാണ്. ആ പത്രത്തിൽ ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ എഴുതിയ ഒരു വാചകം. ആ വാചകത്തൊന്ന് വായിച്ചിട്ട് രക്ഷപ്പെടാന്ന് വിചാരിച്ചു വരും. മൗലവി വായിച്ചു. പക്ഷെ എന്തായിന്നറിയോ? എന്റെ ഈ മറുപടിയുടെ മുമ്പിൽ പതറിയ മൗലവി അത് വായിച്ചിട്ട് എന്താ പറഞ്ഞെന്നറിയോ നിങ്ങള്? മൗലവി പറഞ്ഞു, എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാ നിങ്ങളാ. എയർപോർട്ടിൽ എത്തിച്ചേരാന്നാ പറയേണ്ടി. വാസ്തവത്തിൽ നിങ്ങളങ്ങ് സൗദിയിൽ എത്തിച്ചേരാന്നാ പറയേണ്ടി. പക്ഷെ മൂപ്പർ പറഞ്ഞത് എയർപോർട്ടിൽ എത്തിച്ചേരാനാ. എന്നിട്ട് മൂപ്പർ പറഞ്ഞു ഒരു വായിച്ചു. ആ വായിച്ചാണ് നിങ്ങൾ കേൾപ്പിക്കുന്നത്. അത് വായിച്ചിട്ട് മൂപ്പർ ചോദിച്ചു, ഈ രാഷ്ട്രീയക്കാരുടെ ലേഖനാണ്, നമുക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ലേഖനാണ്. അത് വായിച്ചിട്ട് മൂപ്പർ ചോദിച്ചു, ഇപ്പോ എയർപോർട്ടിലോ എയർപോർട്ടിൽ ഇപ്പുറത്തോ? ചോദിക്കേണ്ടത് എങ്ങനെയാ? സൗദിയിൽ എത്തിയില്ലേന്നാ ചോദിക്കേണ്ടി, അല്ലെ ദുബായിൽ എത്തിയില്ലേ? മൂപ്പർ ഇതിൽ പതറി പോയിട്ട് ചോദിക്കാൻ കഴിയില്ല. ചോദിച്ചെങ്ങനെയായിട്ട് തെറ്റിപ്പോയി. അപ്പൊ ഞാൻ ഇപ്പുറത്ത് ഇവന്റെ ഇയാളെ ഈ പദങ്ങളൊക്കെ കണ്ടിട്ട് വാദപ്രധാനം ഞാൻ ചിരിച്ചുപോയി. ആ ചിരിച്ചത് ഒരു ക്ലിപ്പാക്കിയിട്ട് ഇവിടെ ഓരോ കാണിച്ചു. എവിടെ? ഈ ടിവിയിൽ. ഓരോ പറയാം കണ്ടോ ചിരി. പിന്നെ ഇവങ്ങനെ വീഴുമ്പോ നമ്മൾ ചിരിക്കല്ലാണ്ട് കരിയേ. വാദപ്രധാനത്തിൽ മൗലവിമാര് വീഴുമ്പോ നമ്മൾ പിന്നെ കരിയാ വേണ്ട. ഇവരെ കണ്ടോ എന്തോ ചിരിയാണ്. മൗലവിമാര് വീഴുമ്പോ ഞാൻ ചിരിക്കാതെ കരിയാ വേണ്ടേ. അത് നിങ്ങളൊന്ന് കേട്ടോളി. ഇയാൾ വലിയ മുർത്തത്തും കാഫിറത്തും ഒക്കെ ശബ്ദം കൂട്ടി വായിക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞേ പതറിപ്പോയി. അതൊന്ന് വെച്ചുകൊടുത്താവനെ. എയർപോർട്ടിലേക്കല്ല, നിങ്ങൾ എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാം. എയർപോർട്ടിലേക്കല്ല, നിങ്ങൾ എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാം. ഇത് സിറാജ് പത്രം 1989 നവംബർ. എന്താ പറയണത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിമാസവുമാണെന്നും അതെഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തത്തും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു.
കൂറ്റനാട് മുർത്തത്തും കാഫിറുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. ഇപ്പൊ എവിടെയാ കേറിയുള്ളത്? എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിന് ഇപ്പുറത്താണോ? എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിന് ഇപ്പുറത്താണോ? മൂപ്പർ ചോദിക്കട്ടെ സൗദിയിൽ എത്തിയില്ലല്ലേ ചോദിക്കണ്ടേ? ദുബായിൽ എത്തിയില്ലേ ചോദിക്കട്ടെ? എയർപോർട്ടിന്റെ ഇപ്പുറത്താവും ചോദിച്ചു. ആ ലേഖനത്തിന് നമുക്കൊരു ഉത്തരവാദിത്വം ഏതോ രാഷ്ട്രീയക്കാരൻ എഴുതിയതാണ്. എന്തായാലും രസാതല്ല ഇത്. ഇയാൾ വായിക്കുമ്പോൾ ഞാനിങ്ങനെ ചിരിച്ചു നിൽക്കാറ്. കാരണം ഇയാൾ വീണ്ടും കണ്ടിട്ട് എനിക്കതിനൊരു മറുപടി ഉണ്ട്. ആ മറുപടി എന്റെ മനസ്സിലിങ്ങനെ ഓർമ്മയുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചിരിച്ചു നിൽക്കുകയാണ്. ആദ്യം ഇവിടുന്ന് ക്ലിപ്പാക്കിയിട്ട് എന്റെ തലമാത്രം കാണിച്ചിട്ട് മൗലവി വീടിന് ചോദിച്ചു. എന്നോട് കണ്ടവർ പറഞ്ഞാൽ തലമാത്രം ഒന്നും എന്താ കാണിച്ചതെന്ന് അറിയില്ല. ഇനിയിപ്പോ സ്വീകരിക്കൊക്കെ അല്ലെ ശരിക്കും മനസ്സിലാവുള്ളൂ. മൗലവി ചോദിക്കാണ്, കണ്ടോ ചിരി ചിരി എന്തോ ചിരി? എന്റെ മുമ്പ് ചോദിക്കാം, ഇന്ന് വരെ ഇതിനെപ്പറ്റി മിണ്ടിയോ? ഏത് ഇത് അനീഫ വായിച്ചപ്പോ ഇന്ന് വരെ മിണ്ടിയോ എന്നാ മൂപ്പരെ ചോദ്യം. അതൊന്ന് കേട്ടിട്ട് ഞാൻ അന്ന് മിണ്ടിയത് എന്താണെന്നും അതിന്റെ മറുപടി പറഞ്ഞത് എന്താണെന്നും പിന്നെ അവിടെ ഹനീഫ മൗലവി എഴുന്നേറ്റിട്ടില്ലാന്നും പിന്നെ എണീറ്റത് സക്കരിയാണ് എന്നുള്ളതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മുൻപോ പിന്നെ കാണിച്ചു തരാം. അതിന് മുമ്പ് ഇയാൾ ചിരിച്ചു എന്നും പറഞ്ഞിട്ട് ചെറ്റിയെന്ന് പറഞ്ഞു നിലപ്പിച്ചുണ്ടാവാൻ കണ്ട എന്താണ് ആ ചിരി? കണ്ടില്ലേ? എന്താണ് ആ ചിരി? മനസ്സിലായില്ലപ്പോ? കാഫറാക്കി എന്നാണ് കാണിച്ചെടുത്തപ്പോഴേ എയർപോർട്ടിൽ ലേക്ക് അല്ലെങ്കിൽ ദുബായിലേക്ക് എന്ന് പറഞ്ഞാൽ ദുബായിലെത്തിയ കോലാണ് കാണിച്ചു കൊടുത്തു സിറാജ് ദിനപത്രത്തിൽ നിന്ന്. ഇന്ന് വരെ മിണ്ടിയോ? എന്താ മൂപ്പർക്ക് ഒരു കാര്യം തിരിഞ്ഞു. ഹനീഫ പറഞ്ഞ ശരിയല്ല. മൂപ്പറൊന്ന് തിരിച്ചാൽ ദുബായിലെത്തിയ കാണിച്ചു കൊടുത്തു. ഹനീഫ പറഞ്ഞ എയർപോർട്ടിൽ എത്തിയില്ല. ആ മൂപ്പറൊന്ന് തിരിച്ചു നോക്കാൻ ഷാർജയിൽ വന്നിട്ട് അവിടെ നമ്മളെ സീരി ബന്ധത്തെ ഇവിടെ ബാക്കിയില്ലേ? ഇപ്പൊ തിരിച്ചിട്ട് കാര്യമുണ്ടോ? അത് കോടതിയിൽ നിന്ന് വിളിച്ചിട്ടാ കാര്യം മനസ്സിലാകുന്നത്. അത് വാദപ്രകാരത്തിൽ മനസ്സിലാക്കേണ്ടിയല്ലേ? ഇരിക്കട്ടെ. അപ്പൊ ഇന്ന് വരെ മിണ്ടിയോ മൂപ്പര് ചോദിച്ചു. അപ്പൊ എന്താ കേട്ടവര് മനസ്സിലാക്കുക? ഈ ചേച്ചിയേട്ടിന് കേട്ടവരെന്താ മനസ്സിലാക്കുക? ഇതൊക്കെ പറഞ്ഞപ്പോ പേരോടാ പാടി ഇരുന്ന് പോയിന്നല്ലേ. അതിന്റെ ശേഷമുള്ള ഒന്ന് കേട്ടോളി ഞാൻ പറയുന്ന മറുപടി. ഒന്ന് വെച്ചോട്ടാമേ. കൂറ്റനാട് മുസ്ലിയാർ ഖുർആൻ പരിഭാഷ എഴുതിയതുകൊണ്ട് കാഫറും മുർത്തത്തുമാണ് എന്ന് EK അബൂബക്കർ മുസ്ലിയാർ എഴുതിയൊരു ലേഖനം നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? അല്ലെങ്കിൽ ഞങ്ങളെ ഒരു പണ്ഡിതൻ അങ്ങനെ എഴുതിയതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? ഉണ്ടെങ്കിൽ ഞങ്ങൾക്കതാ കാണേണ്ടത്. കൂറ്റനാട് മുസ്ലിയാർ കാഫറും മുർത്തത്തുമാണെന്ന് എഴുതിയ ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ ഒരു ഉദ്ധരണി നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. EK അബൂബക്കർ മുസ്ലിയാർ അങ്ങനെ എഴുതിയെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? കാന്തപുരം എഴുതിയെന്ന് കാണിക്കാൻ കഴിയുമോ? നിങ്ങളത് കാണിക്കണം. കാഫറും മുർത്തത്തുമാണ് കൂറ്റനാട് മുസ്ലിയാർ എന്ന് എഴുതിയ ഒരു ലേഖനം നിങ്ങൾ കാണിക്കണം. നിങ്ങളാണ് അത് ഉദ്ദേശിച്ചത്. നിങ്ങളെ പണ്ഡിതനായ ഉമർ മൗലവി, നിങ്ങൾ മാല ചൊല്ലുന്ന ഉമർ മൗലവി, അതെ നിങ്ങൾ മാല ചൊല്ലാറില്ലേ? ഇസ്ലാഹി മാസികയിലെ മാല. അതെ, സ്വർഗത്തിലേക്കു കൂതിച്ചോ ചേതന വേദന ശാന്തീതൻ സായുജ്യമാകുവാൻ. ഉമർ മൗലവി സ്വർഗത്തിലേക്ക് കുതിക്കുമ്പോ ഫോട്ടോ എടുത്തവരല്ലേ നിങ്ങൾ? മാലയില്ലേ ഇസ്ലാഹില്? നിങ്ങൾ പിന്നെ ഞങ്ങൾ വിമർശിക്കാൻ തുടങ്ങിയപ്പോ തിരുത്തി എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? അതുപോലെ നിങ്ങൾ ഇസ്തിഗാസ ചെയ്യുന്ന ഉമർ മൗലവി, അതെ ആ വിചിന്തനത്തിലില്ലേ ഉമർ മൗലവി വിളിച്ചു പറഞ്ഞത്? ആ ഇസ്തിഗാസ ചെയ്യുന്ന ഉമർ മൗലവി അദ്ദേഹമാണ് എഴുതിയത് ഞങ്ങളെ പണ്ഡിതന്മാരെ പേര് വെച്ചിട്ട് മുശ്രിക്കുകളാണ്. അതുപോലെ ഞങ്ങളുടെ ഒരു ആധികാരിക പണ്ഡിതൻ കൂറ്റനാട് KV മുസ്ലിയാർ കാഫിറും മുർത്തത്തുമാണ് എന്നെഴുതിയത് നിങ്ങൾ തെളിയിക്കണം. കണ്ടോ? തെളിയിക്കണം ഞാനവിടെ പറയാണ്. എന്ന് തെളിയിക്കാൻ കഴിയുന്നുണ്ടോ? അത് അടുത്തേക്ക് കേൾക്കാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ഇതൊക്കെ മുജാഹിദിന്റെ സീഡിയാണ് ഞാൻ കേൾപ്പിക്കുന്നത്. മുജാഹിദ് ഇറക്കിയ സീഡിയാണ് ഞാൻ ഈ കട്ടിയിൽ കേൾപ്പിക്കുന്നത്. ഞങ്ങളൊന്നും തിരുവരിയാട്ടിയൊന്നുമല്ല. അവിടെ ഒന്ന് ശരിക്കട്ടെ. അത് തെളിയിക്കണം ഞാൻ പറയാണ്. അപ്പൊ നമ്മളെ ഹനീഫക്ക് പിന്നെ ഉണ്ടാട്ടില്ല. ഹനീഫ അവിടെ ഇരുന്നു. പിന്നെ സക്കരിയ എണീറ്റ് നോക്കി. സക്കരിയ എന്താ പറഞ്ഞറിയോ? സക്കരിയ പറഞ്ഞു, സിറാജിന് രാഷ്ട്രീയകാര്യ ലേഖനം തൊട്ട് എന്താ പേരൊടുക്കാൻ ധൈര്യമില്ലാത്ത ഇങ്ങനെ മൂപ്പർ ചൂടാകുന്നത്. പേരൊടുക്കാൻ എന്താ ധൈര്യം? രാഷ്ട്രീയക്കാരങ്ങനത്തൊക്കെ എഴുതൂ. അത് ഏത് പത്രത്തിലാണ് രാഷ്ട്രീയക്കാർ വലത് എഴുതൂലേ? അതാണോ നമ്മളെ മുമ്പിൽ കൊണ്ടുവന്ന് ഉദ്ദേശിക്കേണ്ടത്? അപ്പോ രാഷ്ട്രീയക്കാരനെ എഴുതിയ സംഭവമാണത്. അത് ഈ മൂപ്പർക്ക് പിന്നെ ചൂടാകുകയാണ്. പിന്നെ ഹനീഫ പിന്നെ എണീറ്റിട്ടില്ല. അയ്യൊരു തീർത്ഥം തന്നെയാണ്. മറ്റേ എഴുതിയിട്ട് പറയുന്നത് കേട്ടോളൂ. ഞാനൊന്നും കൂടി വെക്കുന്നില്ല. ശരിക്ക് കേട്ടോ. ഞങ്ങളിവിടെ വായിച്ചത് സിറാജാണ്. സിറാജ് എന്ന് പറഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ ജിഖ്വയാണ് നിങ്ങൾ പറയുന്നത്. 1989 നവംബറിൽ മുസ്ലിങ്ങളുടെ സമ്മതിദാനം മാറി
കൂറ്റനാടിന്റെ അവസരവാദം നിർത്താനായില്ലേ രാഷ്ട്രീയകാര്യ ലേഖകൻ. കണ്ടോ, അതിലാ പറഞ്ഞത് ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിവാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചത് ജനങ്ങൾ മറന്നിട്ടില്ല. ഈ സിറാജ വായിച്ചത്. സിറാജ് നിങ്ങൾ തള്ളി പറയോ? സിറാജിൽ ആരെഴുതിയാ നിങ്ങൾ രാഷ്ട്രീയകാര്യ ലേഖകൻ? പേര് കൊടുക്കാൻ ധൈര്യമില്ലാത്തവൻ ആരാ? ചൂടാകാറ്. ഞാൻ ചോദിച്ചിട്ട് നമ്മളെ പണ്ഡിതന്മാര് ഈക്കയൊക്കെ എഴുതിയിട്ടുണ്ടോ കൂറ്റനാടിനെ പറ്റി, കാന്തപുരസ്ഥാൻ എഴുതിയിട്ടുണ്ടോ, ഏതൊക്കെ പണ്ഡിതൻ എഴുതിയിട്ടുണ്ടോ എന്ന് എന്റെ ചോദ്യം. നിങ്ങൾ എഴുതിയ ഉമർ പോലെ നിങ്ങളെ പണ്ഡിതനാ? അയാളാ എഴുതിയത് ഈക്കയും കാന്തപുരവും കേവിയും ഈ കൂറ്റനാടും മുസ്ലിക്കാടും എഴുതിയത്. ഞങ്ങളെ പണ്ഡിതൻ എഴുതിയിട്ടുണ്ടോ? ഏതോ രാഷ്ട്രീയക്കാരൻ എന്തോ എഴുതിയിട്ടുണ്ട്. പിന്നെ സിറാജ് നിങ്ങളെ പത്രല്ലേ? സിറാജ് തന്നെ പത്രം ഒരു വിഭാഗത്തിന്റെ പത്രമായതുകൊണ്ട് സിറാജ്, ചന്ദ്രിക, മാധ്യമം, അതുപോലെ മനോരമ, അങ്ങനെ പല പത്രങ്ങളുണ്ട്. ഈ ഒരു പത്രം ഒരു വിഭാഗത്തിന്റെ ആയതുകൊണ്ട് അതിൽ വരുന്ന എല്ലാ കാര്യവും പത്രത്തിന്റെ ആളുകൾക്ക് ഉത്തരവാദിത്തമുള്ളതാണ്. നല്ല കോളായി ഓരോന്നിനും ഓരോ കണക്കുണ്ട്, അതിനൊക്കെ ഓരോ ഭാഗങ്ങളുണ്ട്. ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? അപ്പൊ ഈ മൗലവി ഞങ്ങളെ സംബന്ധിച്ച് പച്ചക്കള്ളം പറഞ്ഞുണ്ടാക്കിയതാണ്, ഞങ്ങൾ കാഫിറാക്കുന്നു. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്നോട് ചോദിക്കാൻ മിണ്ടിയതായി ഇപ്പൊ നിങ്ങൾ കേട്ട് ഞാൻ മറുപടി പറഞ്ഞതും അവസാനം മൗലവിമാർ കുടുങ്ങിയതാണ് നിങ്ങൾ കേട്ടത്. ഇനി മൗലവിന്റെ ഒരു ക്ലിപ്പ് കേൾപ്പിക്കട്ടെ. ഞാൻ ആ കളവ് നടത്തുന്നവന്റെ നാവ് നാളെ പരലോകത്തിലെത്തില്ലേ? അല്ലാഹുവിനെ സൂക്ഷിച്ചോളൂ. നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ സാധാരണക്കാർ നിങ്ങൾ മനസ്സിലാക്കണം, ഇത്ര പച്ച മലയാളത്തിൽ നടന്നൊരു പ്രസംഗത്തെ കക്കുന്നവന് അറബിയിലുള്ള കിതാബിൽ എത്ര തട്ടിപ്പ് നടത്താം, എത്ര കളവ് നടത്താം, എത്ര തോന്യാസം നടത്താം, എത്ര വെട്ടിമാറ്റൽ നടത്താം. കേട്ടോ, നടന്ന വാദപ്രതിവാദത്തിന് മുജാഹിദീങ്ങൾ ഇറക്കിയ സീഡിയിൽ ഞാൻ ആ ഹനീഫ മൗലവിയുടെ ചോദ്യത്തിന് വ്യക്തമായി മറുപടി പറഞ്ഞത് ഉണ്ടായിട്ട് ഇവിടെ വന്നിട്ട് മൗലവി പറഞ്ഞില്ലേ പിന്നെ മിണ്ടിയോന്നല്ലേ ചോദിച്ചത്? ഞാൻ പറഞ്ഞ മറുപടി ആ സീഡിയിൽ ഇല്ലേ മൗലവിമാരെ? എന്നിട്ട് ഇവിടെ ആ സീഡി കേൾക്കാത്ത ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പച്ചക്കള്ളം മൗലവി പറഞ്ഞില്ലേ? ആ പച്ചക്കള്ളം മൗലവി പറഞ്ഞെങ്കിൽ ആ കള്ളം പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ മൗലവിനെ കൊണ്ട് ഞാൻ പറയിച്ചത്. ഇനി ഞാൻ പറയട്ടെ, മൗലവി ഞാൻ ചിരിക്കുന്നത് കാട്ടി എന്താ ചിരിന്ന് വെച്ചില്ലേ? ചിരിയാണല്ലോ എനിക്കുണ്ടായത്. സംവാദം നടത്തുമ്പോ എനിക്ക് ചിരിയാണ്ടായത്. നിങ്ങളെ മൗലവിക്ക് എന്താ ഉണ്ടായത്? നിങ്ങള് ഞാൻ സംവാദത്തിൽ നല്ല കടകടാന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കുമ്പോ മൗലവി നാവ് കടിക്കുന്നത് കണ്ടോളി. അപ്പുറത്തെ മൗലവി നാവ് കടിക്കുന്നത് കണ്ടോളി. ഒന്ന് വെച്ചോട്ടാ പോലെ ഞാൻ ചിരിക്കല്ലേ? ദൈവമാണെന്ന് വിശ്വസിച്ചവർക്ക് അവരെന്ത് ചെയ്തു കൊടുക്കും? ഒന്നും കൊടുക്കൂല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ നബിയാണെന്ന് വിശ്വസിച്ചവർക്ക് ഒന്നും കൊടുക്കുകയില്ലെന്ന് ഖുർആൻ എവിടെയുള്ളത്? ദൈവമാണെന്നോ ദൈവത്തിന്റെ ഗുണമെന്തെന്നോ വിശ്വസിച്ചുകൊണ്ട് വിളിച്ചവർക്ക് അവരൊന്നും ചെയ്തു കൊടുക്കൂല. അതിന് ആർക്കും തർക്കമില്ലാത്ത വിഷയങ്ങൾ വലിച്ചിടല്ല. നിങ്ങൾ ചോദ്യത്തിന് മറുപടി വരാം. ബിംബാരാധന നമുക്ക് തർക്കമുള്ള വിഷയമല്ല. നമ്മളുടെ ഒരു വ്യവസ്ഥ ചെയ്തിട്ടാണ് വാദപ്രവാദം നടത്തുന്നത്. ബിംബാരാധന ശിർക്കാണോ അല്ലേ എന്ന് പറയാൻ നമ്മളിവിടെ വാദപ്രവാദത്തിന് വന്നത് അല്ല. നമ്മളെ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയം വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്ന മുസ്ലിം അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തേടി, നബിയാണ് വലിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തേടി, അങ്ങനെ നേടുന്നത് ശിർക്കാണെന്ന് നിങ്ങൾ ഒരൊറ്റായ തോന്നിയിട്ടില്ല, ഒരൊറ്റ ഹദീസ് ഓതിയിട്ടില്ല. നിങ്ങൾ ഓതിയതൊക്കെ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തത് ശിർക്കാണെന്ന് പറയുന്ന ആയത്താ. അതെ, യക്ഫുറൂന ബിശിർക്കിക്കും എന്ന് നിങ്ങൾ പറഞ്ഞൊരു കാര്യമില്ല. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിക്കാതെ വിളിച്ചവരും പറഞ്ഞവരും ആരാധിച്ചവരുമാണ്. യഅ്ബുദൂന, അവർ ആരാധിച്ചവരാണ്, ഞങ്ങളതല്ല, നിങ്ങൾ ഇസ്തിഗാസ ചെയ്തവരാണ്. അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് നമ്മൾ വിളിച്ച് സഹായം തേടണം എന്നവിടുത്തെ കിതാബുൽ ഉന്നത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഉന്നത്താണിത്. നിഷേധിക്കുന്നില്ല. നിഷേധിച്ചാൽ നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടെ തുറന്ന് കാണിക്കും. നിഷേധിക്കുന്നില്ല. അതുപോലെ ഇബ്നു ഹജർ അസ്സലാനിയുടെ സ്വന്തം കിതാബ്, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്സലാനി റഹിമഹുല്ലാഹ് റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തു. സ്വന്തം കിതാബാണ് എന്റെ കയ്യിലുള്ളത്. നിങ്ങളതില്ലെന്ന് നിഷേധിക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. ഇമാം നവവി ബുഖാരിക്ക് ശറഹ് എഴുതി, റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടിക്കൊണ്ട് ഞാൻ ബുഖാരിക്ക് ശറഹ് എഴുതുന്നു. മുശ്രിക്കാണോ? ശിർക്കാണോ? ഇബ്നു ഹജർ മുശ്രിക്കാണോ? ഇമാം നവവി മുശ്രിക്കാണോ? മുശ്രിക്കാണോ? ഈ ചോദ്യത്തിന്, ഈ അവസരം മുഴുവൻ ചോദിച്ചു നിങ്ങൾ മറുപടി പറഞ്ഞില്ല. പറയാൻ ഖിയാമത്ത് നാൾ വരെ സാധ്യമല്ല.
രണ്ടാമതായി ഞാൻ ചോദിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിച്ച് പ്രഖ്യാപിച്ച ഒരൊറ്റ മുശ്രിക്കിന്റെ പേര് പറയാമോ? നിങ്ങൾക്കൊരാളെ പേര് പറയാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ഈ മുസ്ലിം സമുദായത്തെ ഓരോ മഹല്ലത്തിലും ഭിന്നിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഒരാശയമുണ്ടാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്ത ആളാണെന്ന് പറഞ്ഞ് അന്ന് ഖവാരിജികൾ പുറത്തിറക്കി. അവർ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു. അത് ബുഖാരിയിലുണ്ട്, സഹീഹുൽ ബുഖാരിയിലുണ്ട്. അവർ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു. അവിശ്വാസികളെ സംബന്ധിച്ചിറങ്ങിയ ആയത്തുകൾ ജഅലുഹാ അലൽ മുസ്ലിമീൻ, അത് മുസ്ലിമീങ്ങളുടെ തലയിൽ വെച്ച് കെട്ടി. ആ ഖവാരിജിന്റെ അതേ ആശയമാണ് നിങ്ങൾ എന്നാ ഞാൻ ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്, ഈ ചോദ്യത്തിന്റെ മറുപടി പറയണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? മുജാഹിദിന്റെ സർവ്വ മൗലവിമാരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇത് ഞാൻ എന്തിനും എന്നെ കൊണ്ട് കേൾപ്പിച്ചതാണ്. മൗലവി ഇവിടെ വന്നിട്ട് ഞാൻ ചിരിക്കുന്നേ കാണിച്ചിട്ട് എന്താ ചിരി വെച്ചില്ലേ? സക്കരിയാസരായിട്ട് എന്താ കടി, എന്താ നാവ് കടി, ഉസ്തം കടിയിലെ കടി. എലി നിങ്ങൾക്ക് കേൾക്കണോ? ഇതേ വാദപ്രതിവാദം, ഈ വാദപ്രതിവാദം കഴിഞ്ഞിട്ട് വേറൊരു വാദപ്രതിവാദം ഉണ്ടായി ഇടപെട്ടത്. അത് ഞാൻ മുമ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് മൗലവി വായിച്ചിട്ട് കട്ടുവെച്ച് വായിച്ച് അത് പിടിച്ച് അവസാനം മൗലവി